ഹായ് ഹലോ കൂട്ടുകാരി, നമുക്ക് നല്ലൊരു മാമ്പഴ പുളിശ്ശേരി വെച്ചാലോ? അപ്പം ചട്ടിയിലാണെങ്കിൽ അടിപൊളി ടേസ്റ്റും കൂടി ആയിരിക്കും കേട്ടോ. അപ്പോൾ മാമ്പഴം ഇതുപോലെ വൃത്തിയാക്കി എടുത്തു വെച്ചതിന് ശേഷം നമുക്ക് ആ മാമ്പഴത്തിൽ അല്പം വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതൊന്ന് വേഗം അടുപ്പത്ത് വെക്കുക. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങയാണ്. തേങ്ങ ആവശ്യത്തിനിട്ട് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും കൂടി ഇട്ടതിന് ശേഷം കുറച്ച് പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഉലുവയാണ്. അതും ഒരു 1/4 സ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ തൈരും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മഷി പോലെ അരച്ചെടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ ചട്ടിയിലിരുന്ന് ആ മാമ്പഴം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ, അല്പമൊക്കെ. അപ്പം നമുക്കിനി അതിലേക്ക് ശർക്കര ഉരുക്കി ചേർക്കാം. അപ്പം ശർക്കര ഇതുപോലെ ഒന്ന് ഉരുക്കി അതിനകത്തോട്ട് നന്നായിട്ടൊന്ന് ഒഴിക്കുക. ഒഴിച്ച് നന്നായിട്ടൊന്ന് അതൊന്ന് കുറുക്കണം. ആ കുറുകുന്ന സമയത്ത് നമുക്കിനി കുറച്ച് നെയ്യും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. നെയ്യ് തന്നെ ഇടണം, അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അതാണ് ഇതിനകത്ത് ഏറ്റവും ടേസ്റ്റി ആയിട്ട് വരുന്നത് തന്നെ. അപ്പം നെയ്യ് ഇട്ട് കൊടുക്കുക. കുറുകി വരുമ്പോൾ ആ നെയ്യും കൂടി അതിലേക്കൊന്ന് ഇതുപോലെ ഒന്ന് ചേർന്നിരിക്കും. പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്ത് അതും ഒന്ന് തിളപ്പിച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്കിനി കടുക് പൊട്ടിക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് നെയ്യ് ഇതുപോലെ ഒന്ന് അതും ഒന്ന് മെൽറ്റായതിന് ശേഷം കുറച്ച് കടുകും കൂടെ പൊട്ടിച്ച് പിന്നെ നമുക്ക് വേണ്ടത് വറ്റൽമുളകാണ്. അതും 2-3 ഒന്നും ചേർത്ത് വറ്റൽമുളകും കൂടി ഒന്നിട്ട് പിന്നെ നമ്മുടെ കറിവേപ്പിലയും കൂടെ ഇട്ടൊന്നിട്ട് ഇളക്കി അതും നമ്മുടെ ആ ഒരു പുളിശ്ശേരി മാങ്ങയിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ പുളിശ്ശേരി ഇവിടെ റെഡിയാണ്. അപ്പം മാങ്ങയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുതേ. ബായ്.